ഇപ്പൊ തന്നെ ഈ വിവാഹം നടത്തണമെന്ന് ആർക്കെത്ര നിർബന്ധം? ആതിരയുടെ പ്രസവം കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഈ വിവാഹം? സന്ദീപ് ആതിര ഹോസ്പിറ്റലാ. അച്ഛനെ പോലെ തന്നെ ഇവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കേണ്ട ഒരാളാ അർച്ചനയുടെ അച്ഛനും. അവർക്കും വരാൻ സാധിക്കില്ല. നിങ്ങൾ രണ്ടുമൂന്ന് പേരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അതനുസരിക്കണമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം നീ എന്തിനാ ഇങ്ങനെ പറയുന്നെന്ന്. നിനക്കും അർച്ചനയ്ക്കും സന്ദീപിനും ഈ പറഞ്ഞ ആർക്കും ഈ വിവാഹത്തിനോട് താല്പര്യമില്ല. അത് നിങ്ങളായിട്ട് തന്നെ പറയുകയും അതിനുവേണ്ടി പലതും ചെയ്തതുമാണല്ലോ. ആ താല്പര്യമില്ലായ്മ കാരണമാ സച്ചി ഇതൊക്കെ പറയുന്നത്. ചേച്ചിയോട് സച്ചിയേട്ടൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവര് തമ്മിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് അഭിപ്രായം പറയാൻ ചെല്ലരുതെന്ന്. ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ചേച്ചിക്ക്? ഞാൻ സന്ദീപിനോട് പലതവണ പറഞ്ഞതാ ഇവിടം വരെ ഒന്ന് വരാനെങ്കിലും. അതിനുപോലും അവൻ കൂട്ടാക്കുന്നില്ല. ആതിര ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പ്രസവിക്കാൻ വേണ്ടിയല്ലേ? അതൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ? അതിന് അവൻ അവിടെ തന്നെ നിൽക്കേണ്ട കാര്യം എന്താ? സച്ചിയും സന്ദീപും ഒക്കെ ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാ സംസാരിക്കുന്നത്. ഞാനും നന്ദനും ജോത്സ്യനുമായി എല്ലാം വിശദമായി സംസാരിച്ചു കഴിഞ്ഞതാ. മറ്റന്നാൾ തീരുമാനിച്ചിരിക്കുന്ന ഈ വിവാഹം മാറ്റിവെച്ചാൽ പിന്നെ അടുത്തൊന്നും നല്ലൊരു മുഹൂർത്തം ഇല്ലെന്ന് മാത്രമല്ല, പല ആപത്തുകളും കുടുംബത്തിനുണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിപ്പോ തന്നെ നടത്തണമെന്ന് പറഞ്ഞത്. പല ആപത്തുകളൊന്ന് അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയോ? മറ്റന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഇത് നടത്താൻ നോക്കും തോറും ആർക്കെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അപകടം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവരല്ല ഞങ്ങൾ. അന്നിവിടെ ഒന്ന് പറഞ്ഞ ആ ജോത്സ്യൻ തന്നെയല്ലേ? ആ, അപ്പൊ സത്യം തന്നെ ആയിരിക്കും. അച്ഛനും നന്ദേട്ടനും ഒക്കെ അയാളുടെ വാക്കും കേട്ട് പ്രവർത്തിക്കുന്നു ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മുന്നിലുള്ളത് ആരാണെന്നും പിന്നിൽ നിന്ന് കുത്തുന്നത് ആരാണെന്നും ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ജോത്സ്യം പറഞ്ഞ അപകടത്തെക്കാൾ വലിയ അപകടം ഈ വീടിനകത്തുണ്ടാവും. അതിലെ ഏറ്റവും വലിയ അപകടം ഈ നടക്കാൻ പോകുന്ന വിവാഹം. നാളെ ഒരു ദിവസം കൂടി മുന്നിലുണ്ട്, നടത്താനും മുടക്കാനും. നന്ദേട്ടാ, ആര് വന്നാലും വന്നില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഞാനും ഈ അച്ഛന്റെ മകള് തന്നെയാ. എനിക്കുണ്ട് വാശി. ഇനി ആരെയും നിർബന്ധിക്കണ്ട. അനിയത്തിയാണെന്നും ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നും ബോധ്യമുള്ളവർ മാത്രം വരട്ടെ.